സിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു പിക്ചർ എന്താണ്? നിറയെ കാറുകളും ബൈക്കുകളും, റോഡിൽ എന്തൊക്കെയോ തിരക്കുകളിൽപ്പെട്ട കുറെ മനുഷ്യരും മാനം മുട്ടയുള്ള ബിൽഡിങ്ങുകളും ഒക്കെ ആയിരിക്കും അല്ലേ? ഒട്ടുമിക്ക ആളുകൾക്കും ഇതൊക്കെ തന്നെയാണ്. എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവായ സിറ്റികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോകത്തിലെ 10 എക്സ്പെൻസീവായ സിറ്റികൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 10ാം സ്ഥാനത്തുള്ളത് ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും വലിയ സിറ്റികളിൽ ഒന്നായ സിഡ്നിയാണ്. അവിടെയുള്ള ബീച്ചും ഹാർബർ വ്യൂവും ഒക്കെയാണ് ആ നഗരത്തിന്റെ ഭംഗിയെ തന്നെ വർദ്ധിപ്പിക്കുന്നത്. കൂടുതലും സ്റ്റുഡൻസും പ്രൊഫഷണൽസും ഒക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ ഒരു ദിവസം കഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ തന്നെ അത് നമ്മുടെയൊക്കെ പോക്കറ്റ് കയറുന്ന പരിപാടിയായിരിക്കും. കാരണം ഒരു കോഫി കുടിക്കണമെങ്കിൽ 400 രൂപയിലധികമാകും. ഇനി ഒരു നേരത്തെ നോർമൽ മീൽസ് കഴിക്കണമെങ്കിൽ 1500 രൂപയോളം ആകും. ഇതുകൊണ്ടൊക്കെ തന്നെ ഇവിടുത്തെ പ്രോപ്പർട്ടികൾക്കുള്ള വിലയും വളരെ അധികമാണ്. 1 BHK അപ്പാർട്ട്മെന്റിന് പോലും 2 ലക്ഷത്തിലധികമാണ് മാസം തോറുമുള്ള റെന്റ്. അവിടെ വാടകയ്ക്ക് ഒരു ഫ്ളാറ്റിൽ കഴിയുന്ന പൈസ ഉണ്ടെങ്കിൽ ഇനി കേരളത്തിൽ ഒരു വലിയ വീട് തന്നെ നമുക്ക് വാങ്ങാൻ കഴിയും. 9ാം സ്ഥാനത്തുള്ളത് യുണൈറ്റഡ് നേഷൻസിന്റെ ഒക്കെ ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഫേമസ് ആയ സ്വിറ്റ്സർലാൻഡിലെ ഒരു സിറ്റിയായ ജനീവയാണ്. കൂടുതലായും ഗവൺമെന്റ് ഒഫീഷ്യൽസും ഫിനാൻഷ്യൽ രംഗത്ത് ജോലി ചെയ്യുന്നവരും സാമ്പത്തികമായി ഉയർന്നവരും ഒക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. വളരെ വൃത്തിയും അതുപോലെ തന്നെ സമാധാനത്തോടും കഴിയാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് ജനീവ. എന്നാൽ ആ സമാധാനം കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് മാത്രം. ഒരു പിസ വാങ്ങണമെങ്കിൽ പോലും 3000 രൂപയിലധികം നമ്മുടെ കയ്യിലുണ്ടാകണം. എന്തിനേറെ പറയുന്നു, പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യണമെങ്കിൽ കൂടി നല്ലൊരു തുക കൊടുക്കേണ്ടി വരും. 8ാം സ്ഥാനത്തുള്ളത് ജനീവ എന്ന നദീതീരത്തുള്ള സ്വിറ്റ്സർലാൻഡിലെ തന്നെ മറ്റൊരു സിറ്റിയായ ലോസന്നെയാണ്. അധികം ഫേമസ് അല്ലെങ്കിൽ കൂടി ലിമിറ്റഡ് സ്പേസ് കൊണ്ടും നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടൊക്കെയും അൾട്രാ റിച്ച് ആണ് ഈ സിറ്റി. കൂടുതലായി സ്റ്റുഡൻസും ഒളിമ്പിക് ഒഫീഷ്യൽസും ഒക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. കാരണം ഒളിമ്പിക്സ് ഹെഡ്ക്വാർട്ടേഴ്സും ഇവിടെ തന്നെയാണുള്ളത്. നല്ല പ്രീമിയം ആയതും എന്നാൽ വളരെ പീസ്ഫുൾ ആയുള്ള ഒരു സ്ലോ പേസ്ഡ് ലൈഫാണ് ഇവിടെ ഉള്ളവർക്ക് ലഭിക്കുന്നത്. യൂറോപ്പിലെ തന്നെ ഹിഡൻ ജയമായി നമുക്കിതിനെ വിശേഷിപ്പിക്കാം. പണക്കാരും ഒപ്പം പ്രിവിലേജ്ഡ് ആയുള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ താമസിക്കാൻ കഴിയുകയുള്ളൂ. 7ാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലാൻഡിന്റെ ഫിനാൻഷ്യൽ ക്യാപിറ്റലായ സ്യൂറിച്ചാണ്. വലിയ ബാങ്കുകളും ടെക് ഫേംസും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഈ സിറ്റിയിൽ കൂടുതലായും താമസിക്കുന്നത് ബിസിനസ് ഓണേഴ്സും ബാങ്കേഴ്സും ടെക്കീസും ഒക്കെയാണ്. വെൽ ഓർഗനൈസ്ഡും വളരെ വൃത്തിയുള്ളതുമായ ഈ സിറ്റിയിൽ നിങ്ങൾക്കൊരു പങ്ക്ച്വൽ ലൈഫ് ഫോളോ ചെയ്യാൻ വളരെ എളുപ്പമാകും. എന്നാൽ ഇത് നിങ്ങളുടെ സമയം നന്നായി ഉപയോഗിക്കാൻ സഹായിക്കുമെങ്കിലും റിട്ടേൺ ആയി കയ്യിലുള്ള പൈസ ഒരുപാട് പോകും. കാരണം മക്ഡൊണാൾഡ്സിലെ ഫേമസ് ആയ ബിഗ് മാക് എന്ന ഡിഷിന് ഏകദേശം 800 രൂപയാണ് ഇവിടെ വാങ്ങുന്നത്. ലോകത്ത് വേറെ എവിടെയും ഇത്രയും റേറ്റ് ആ ഡിഷിനില്ല. ഇതിൽ നിന്നും ഇവിടെ കഴിയുന്നത് എത്രത്തോളം പൈസ ചിലവുള്ള കാര്യമാണെന്ന് ഒരു സൂചന ലഭിച്ചില്ലേ? അതുപോലെ തന്നെ ഇവിടെ താമസിക്കണമെങ്കിൽ ഏകദേശം 2.5 ലക്ഷത്തിലധികം മാസം വാടകയായി തന്നെ കൊടുക്കേണ്ടി വരും. 6ാം സ്ഥാനത്തുള്ളത് ഫ്രാൻസിന്റെ ക്യാപിറ്റലായ നഗരമായ പാരീസ് ആണ്. നമ്മളിൽ പലർക്കും ഒരുപക്ഷെ സുപരിചിതവുമാകും. ഫാഷൻ, ലവ്, ലക്ഷറി എന്നീ കാര്യങ്ങൾക്ക് അറിയപ്പെടുന്ന പാരീസ് വളരെ അധികം പൈസ ചിലവുള്ള ഒരു നഗരമാണ്. കൂടുതലായും ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്താറുള്ളത്. ഡിസൈനേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ആർട്ടിസ്റ്റ് എന്നിവരൊക്കെയാണ് ഇവിടുത്തെ താമസക്കാരിൽ ഭൂരിപക്ഷവും. ഒരു റൊമാൻറ്റിക് ലൈഫ് ഈ നഗരം നിങ്ങൾക്ക് സമ്മാനിക്കുമെന്നത് തീർച്ച. എന്നാൽ ആ ലൈഫ് സ്റ്റൈലിന് വേണ്ടി കുറച്ചേറെ പൈസ കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. കാരണം ഈഫിൽ ടവറിന്റെ വ്യൂ ഉള്ള ഒരു ഫ്ളാറ്റിൽ ഒരു മാസം താമസിക്കണമെങ്കിൽ പോലും 5 മുതൽ 7 ലക്ഷം വരെയാണ് മാസവാടക. 5ാം സ്ഥാനത്തുള്ളത് ഫ്രാൻസിലെ കോസ്റ്റൽ ഏരിയയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു നഗരമായ സെന്റ് ജീൻ കാപ് ഫെററ്റ് ആണ്. ലിമിറ്റഡ് സ്പേസ് ആയതുകൊണ്ടും സീ വ്യൂവും അതിനകത്തുള്ള വില്ലകൾ ഉള്ളതുകൊണ്ടുമൊക്കെ ഇവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങുക എന്നത് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ്. പ്രൈവറ്റ് ബീച്ചുകളും മറ്റ് ലക്ഷറീസ് ആയ കാര്യങ്ങളുമുള്ള ഈ സിറ്റിയിൽ ഒരിക്കലൊരു വില്ല വിറ്റുപോയത് 500 കോടിയിലധികം രൂപയ്ക്കാണ്. ആ പൈസയ്ക്ക് കുറെ 5 സ്റ്റാർ ഹോട്ടലുകൾ വാങ്ങിക്കൂട്ടാൻ കഴിയുമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ ആളുകളെ പറ്റി ഒരു ഐഡിയ നമുക്ക് ലഭിക്കുമല്ലേ? ബില്യണേഴ്സ്, സെലിബ്രിറ്റീസ്, റോയൽ ഫാമിലിയിലെ മെമ്പേഴ്സ് എന്നിങ്ങനെയൊക്കെയുള്ളവരാണ് ഇവിടെ താമസിക്കുന്നത്. 4ാം സ്ഥാനത്തുള്ളത് നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള UK ക്യാപിറ്റൽ സിറ്റിയായ ലണ്ടനാണ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് ഹബ്ബ് തന്നെയാണ് ലണ്ടൻ. ടാക്സും റെന്റും ഒക്കെയാണ് ഇവിടുത്തെ ജീവിത രീതി കൂടുതൽ ചിലവേറിയതാക്കുന്നത്. അതായത് ഈ നഗരത്തിന്റെ സെന്ററിലുള്ള ഒരു പാർക്കിംഗ് ലോട്ട് വാങ്ങണമെങ്കിൽ പോലും 1 കോടിയിലധികം രൂപയാകും. പ്രധാനമായും CEOs, ബാങ്കേഴ്സ്, സെലിബ്രിറ്റീസ്, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്നിങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ താമസിക്കുന്നതിൽ ഭൂരിപക്ഷവും. ഇവിടെ ഒരു 1 BHK ഫ്ലാറ്റ് റെന്റിന് എടുക്കണമെങ്കിൽ പോലും മാസം 5 ലക്ഷത്തിന് മുകളിൽ വാടക കൊടുക്കേണ്ടി വരും. ഇവിടുത്തെ ടാക്സി ചാർജും വളരെ എക്സ്പെൻസീവ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു മാജിക്കൽ ലൈഫാകും നിങ്ങൾക്ക് ലണ്ടൻ നൽകുക. എന്നാൽ അതുപോലെ തന്നെ നിങ്ങളുടെ പോക്കറ്റും കാലിയാകുന്നതായിരിക്കും. 3ാം സ്ഥാനത്തുള്ളത് മാനമുട്ടയുള്ള ബിൽഡിങ്ങുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ചൈനയിലെ നഗരമായ ഹോങ്കോങ് ആണ്. ഏഷ്യയിലെ തന്നെ ടോപ്പ് ഫിനാൻഷ്യൽ സെന്റർ കൂടിയാണ് ഇവിടം. റിച്ച് ആയിട്ടുള്ള ആളുകളും ബിസിനസ് ടൈക്കൂൺസും ഒക്കെയാണ് ഇവിടെ താമസിക്കുന്നതിൽ ഭൂരിപക്ഷവും. വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ചിലവ് വെച്ച് നോക്കിയാൽ കടയിൽ നിന്നും വാങ്ങി ആഹാരം കഴിക്കുന്നതാണ് ഇവിടെ ഏറെ ചീപ്പർ. അതുപോലെ തന്നെ ധാരാളം മൈക്രോ അപ്പാർട്ട്മെന്റ്സും ഈ സിറ്റിയിൽ കാണാൻ സാധിക്കും. ഒരു 200 സ്ക്വയർ ഫീറ്റ് ഉള്ള റൂമിന് 3 മുതൽ 4 ലക്ഷം വരെയാണ് മാസം തോറുമുള്ള വാടക.
അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലക്ഷറി ഫാക്ടർ ആളുകളുടെ കയ്യിൽ എത്ര സ്ക്വയർ ഫീറ്റ് റൂം ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൂടെയാണ് ഈ നഗരം 24 മണിക്കൂറും ഉണർന്നു തന്നെ ഇരിക്കുകയാണെന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. രണ്ടാം സ്ഥാനത്തുള്ളത് അമേരിക്കയുടെ തന്നെ സ്വപ്ന നഗരം എന്നറിയപ്പെടുന്ന ന്യൂയോർക്ക് സിറ്റിയാണ്. അമേരിക്കയുടെ മാത്രമല്ല ചില ആളുകളുടെയും ഏറ്റവും വലിയ ഡ്രീം തന്നെയാണ് ഇവിടെ താമസിക്കുക എന്നത്. ആക്ടേഴ്സ്, ട്രേഡേഴ്സ്, ക്രിയേറ്റേഴ്സ് എന്നിങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ കൂടുതലായി താമസിക്കുന്നത്. 3 മുതൽ 4 ലക്ഷം വരെയാണ് ഇവിടുത്തെ മന്ത്ലി റെന്റ്. അതുകൂടാതെ 10,000 രൂപയിലധികം മന്ത്ലി പാസും ഇവിടെ താമസിക്കണമെങ്കിൽ നമുക്കുണ്ടാകണം. എന്തിനേറെ പറയുന്നു, ഒരു ഹോട്ട് ഡോഗ് വാങ്ങി കഴിക്കണമെങ്കിൽ അതിനുമുണ്ട് 1000 രൂപ. പിന്നൊരു കാര്യം എന്തെന്നാൽ അതാണ് ഈ നഗരത്തിലെ തന്നെ ഏറ്റവും ചീപ്പറായുള്ള ആഹാരവും. അതായത് കഴിക്കുന്ന ആഹാരം തൊട്ട് നമ്മുടെ സമയത്തിന് പോലും ഈ നഗരത്തിൽ കൃത്യമായ ഒരു തുകയുണ്ട്. 1-ാം സ്ഥാനത്തുള്ള ഏറ്റവും എക്സ്പെൻസീവായ സിറ്റി ഫ്രഞ്ച് കോസ്റ്റിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് സിറ്റിയും ഒപ്പം ഒരു രാജ്യം കൂടിയായ മൊറോക്കയാണ്. ഇൻകം ടാക്സ് പോളിസി ഇല്ല എന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ധാരാളമായി റോയൽ ഫാമിലീസ്, ബില്യണേഴ്സ്, F1 റൈസേഴ്സ് എന്നിങ്ങനെയുള്ളവരാണ് ഇവിടെ താമസിക്കുന്നത്. കാസിനോസ്, സൂപ്പർ കാർസ് എന്നിങ്ങനെ ലക്ഷറി എന്ന വാക്കിനുള്ള അർത്ഥം എല്ലാ കാര്യങ്ങളിലും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു 1 BHKയുടെ മാസവാടക ഏകദേശം 10 മുതൽ 15 ലക്ഷം വരെയാണ്. അതുപോലെ തന്നെ ഒരു സ്ക്വയർ ഫീറ്റ് ലാൻഡിന് ഏകദേശം 60 ലക്ഷം രൂപയാണ് ഇവിടത്തെ വില. ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റിയാണിത്. ഇൻഫാക്ട് ഒരു കൺട്രി എന്നതിലുപരി പണക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു സ്വർണ്ണ നഗരമാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവായ ടോപ്പ് 10 സിറ്റികൾ. സിറ്റി ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് കയ്യിൽ കുറച്ചധികം പൈസ ഉണ്ടെങ്കിൽ പോയി അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇവയൊക്കെ. നിങ്ങൾക്കിതിൽ ഏത് സിറ്റിയാണ് കൂടുതൽ ഇഷ്ടമെന്ന കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.